ലൈവായി അങ്ങനെ കിച്ചു വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യവും രേണു മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ കിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ മുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ ആ കുടുംബക്കാരാരെങ്കിലും ഒക്കെ തന്നെ കൺവിൻസ് ചെയ്തിട്ട് പറയിപ്പിച്ചിട്ട് അവസാനം അവൻ വീഡിയോ മുക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ വന്ന് മാറ്റി പറയാം. ഇങ്ങനെ കുറച്ച് പ്രതീക്ഷകൾ എനിക്ക് എവിടെയോ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഏറിപ്പോയി ഇനി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇടപെട്ടിട്ട് മാറ്റി പറഞ്ഞേക്കാന്ന് ഞാൻ ആദ്യം എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. സംഭവം ഇവന് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞെങ്കിലും അതിൽ 20% പറഞ്ഞെങ്കിലും ഇവനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനോ അല്ലെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാനോ ഒക്കെ അത്യാവശ്യം ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് അത്യാവശ്യം ചിലപ്പോൾ മുഞ്ചിയാലോ എന്നുള്ള രീതിയിൽ എൻ്റെ തോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവൻ ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. വീണ്ടും അവന് ലൈവ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ലൈവിന്റെ കുറച്ച് ഭാഗം, കുറച്ചല്ല മൊത്തം തന്നെ ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ ലൈവിന്റെ താഴെ ഇവനൊരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നുമല്ല, ഞാൻ വീഡിയോ ഇട്ടേ, ഇനി ഋതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയൂല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഒന്നും പറയാതെ ഇരുന്നേ. എന്തായാലും നോക്കാം, എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ മൂഞ്ചിതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടുപാടേട്ടാ. എടാ എന്തെങ്കിലും പറയടാ, നീ മിണ്ടാതിരിക്കാടാ ഇങ്ങനെ. പോരട്ടെ, പറയടാ. എന്തായാലും കിച്ചു ഇവിടെ ഒരു വാക്ക് പറഞ്ഞേട്ടാ. എന്താവുന്നൊന്നും അറിയത്തില്ല, ഋതപ്പനെ കൂടി ഇനി കാണാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു ചുറ്റുവട്ടത്താണ് നിൽക്കുന്നത്. കാരണം രേണുവിന്റെ കുടുംബം മൊത്തം കിച്ചുവിനെതിരായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നു, അയ്യോ ഞാൻ കിച്ചുവിനോടൊപ്പം, കിച്ചുവിന്റെ കൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഫാമിലി ഫുള്ള് കിച്ചുവിനെതിരാണ് നിൽക്കുന്നത്. കാരണം കിച്ചു കാരണം ഇപ്പൊ രണാസുനയ്ക്ക് താഴെ കാല് കൊട്ടാൻ പറ്റുന്നില്ല. ഹലോ, കേക്കാ, നീ പറ. ഹലോ പറയടാ, കേക്കാടാ, എന്തേലും ഒന്ന് പറയടാ കുട്ടാ. വേറൊന്നും പറയാനായിട്ട് ഒന്നല്ല, ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. അതൊക്കെ നീ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു മുഞ്ചിയ. നീ ഒന്നും പറയുന്നില്ലേ? എന്തായാലും പറ നീ. ഞാൻ ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേട്ടല്ലോ, കുറെ അപരാധി മക്കൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കിച്ചുവിന് രേണു ഇപ്പൊ പൈസ അയച്ചു കൊടുക്കല്ലേ എന്ന്. അവൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്, അവന്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയെങ്കിലും ചാണകം നിറച്ച ടീമുകളെ, ഒന്നും ബോധമില്ലാത്തത് ഈ രേണുവിന്റെ കൂടെ നടക്കുന്ന അന്തങ്ങളെ മനസ്സിലാക്കുക. ഈ രേണുവിനെ പോയി സപ്പോർട്ട് ചെയ്ത് വല കൊലയെന്ന് പറയുന്ന തീട്ടങ്ങളെ ജാസ്തി, സജിന, ശ്രീതു, മറ്റേ വേറെ ഏതൊക്കെയോ കുറെ ലക്ഷ്മി, കുഷ്മി ഏതൊക്കെയോ വരുന്നുണ്ട്. ഈ എല്ലാ ഊളകളും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ കാര്യമല്ല, അവന്റെ കുട്ടിക്കാലത്തെ കാര്യമാണ്. ഇപ്പൊ രേണു നക്കാപ്പിച്ച 10, 200, 300 എടുത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകാരികളെ കൊടുത്തിട്ട് ഇന്നാ പുറത്ത് വിട്ടാ, ഞാൻ ഇത്ര പൈസ എടുത്തിട്ടുണ്ട്, ഇത് വെച്ച് നമുക്ക് എന്നെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതാണ്. അതും മൂഞ്ചി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ അവകാശപ്പെട്ട വീട്ടിൽ കയറി നക്കി തൂറി തൊന്ന് പെടുത്ത് അവിടെ കിടന്നിട്ട് എല്ലാം കൂടി കൊണയടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഏത് അയ്യോ പൈസ കൊടുത്തേ, കിച്ചുവിന് പൈസ കൊടുത്ത് തന്റെ വാടക പോലും ആവില്ലല്ലോ നിന്റെ ഈ നക്കപ്പിച്ച ആദി. പറയടാ കൂട്ടാ, നീ ഒന്നും മിണ്ടൂല്ലേടേ? എടാ കേക്കാൻ പറ്റണോടാ? പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. പറയുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നന്നായിട്ട് മനസ്സിലായടാ. എടാ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം. ഇനിയും ബാക്കി 80% കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ഒരുപാടുണ്ട്, ഇല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷെ നിന്റെ ആ ഒരു ചെറുപ്പം അല്ലെങ്കിൽ നിന്റെ കുട്ടിക്കാലം, ആ ഒരു കാലഘട്ടത്തിൽ പിള്ളേർ ചെയ്യുന്ന ഒരു പ്രവൃത്തികളൊക്കെ നീ ചെയ്തിട്ടുള്ളൂ. അത് നല്ല പാരന്റിങ് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ വഴിതെറ്റിപ്പോകും. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നീ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ജനങ്ങൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു? നിന്റെ കുട്ടിക്കാലം നിന്നെ വളർത്തേണ്ട രീതിയിൽ നിന്റെ മാതാപിതാക്കൾ വളർത്തിയില്ല. അതിൽ മുഖ്യ പങ്ക് രണാസുനയ്ക്കുണ്ട്, രണ്ടാനമ്മയ്ക്കുണ്ട്, ആദ്യത്തെ അമ്മയ്ക്കുണ്ട്, സുധി എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട്. ആരും നിന്നെ നേരച്ചോ നോക്കിയില്ല. അത് തന്നെയാണ് അവിടെ ഒരു വാസ്തവം. ഉണ്ടാക്കിയിട്ടു പിന്നെ ആർക്കും ഒന്നും നോക്കാൻ വയ്യ. രണ്ടാനമ്മ, മൂന്നാമ്മൻ്റെ അമ്മയൊക്കെ എന്നൊക്കെ പറഞ്ഞ് വന്ന് കയറി ഇതൊന്നും നോക്കിയില്ല. ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം. കുറെ പേര് പറയുന്നുണ്ട്, രേണുവിന്റെ സ്വന്തം മോനല്ലല്ലോ അതുകൊണ്ട് രേണു നോക്കണ്ട എന്ന്.
ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മകനുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഈ രേണു സുധിയുടെ ലൈഫിലോട്ട് കെട്ടിയെടുത്തത്. അങ്ങനെ കെട്ടിയെടുക്കുന്ന സമയത്ത് സുധിക്കൊരു മകനുണ്ടെങ്കിൽ ആ മകനെ സ്വന്തം മകനായിട്ട് കാണണം. അതുപോലെ രേണുവിന് മുന്നത്തെ ബന്ധത്തിൽ ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിൽ അതിനെ സുധിയും സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ പോലെ കാണണം. അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒന്ന് കെട്ടിയതും പിള്ളേരുള്ളതിനെയൊക്കെ കൂടെ പൊറപ്പിക്കാനും ഒക്കെ പോകണം. അല്ലാത്ത പക്ഷം ആ പരിപാടിക്ക് നിൽക്കല്ലേ. ഇത് സുധിയെ വളച്ചെടുത്ത് കെട്ടിയതിനു ശേഷം അവസാനം സുധിയുടെ മോയ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ രേണുവിനെ പോലുള്ളവർ അവരുടെ ജീവിതത്തിൽ പോയി കയറാതിരിക്കുക. മനസ്സിലായി? ഇത് അവരുടെ ജീവിതത്തിൽ പോയി ഇടിച്ച് കയറിയിട്ട് അവസാനം കുറ്റം മൊത്തം അവർക്ക്. ആ മറ്റേ അടുത്ത പരിപാടി ചെയ്യാതിരിക്കുക. എന്നാലും കിച്ചു പറയടാ കൂട്ടാ, നിന്നെ ഒരുപാട് പേര് വളഞ്ഞിട്ട് നിന്നെ ആക്രമിക്കുന്നു. അത് പ്രത്യേകിച്ച് ട്രാൻസിലുള്ള കുറെ എണ്ണം ഉണ്ട്. ആ ജാസി, മറ്റേ മണിനാഥൻ ജാസിയുടെ പേരിൽ കൂടെ നടക്കുന്ന കുറെ ടീമുകൾ, അത് എൻ്റെ കമന്റ് ബോക്സുകൾ വന്ന് കിടന്ന് മെഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രേണുവിന്റെ കൂടെ നടക്കുന്ന കുറെ മൊണ്ണകള്. ഒരുത്തൻ ഒരു നായിന്റെ അവൻ കരയുന്നുണ്ട്. അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് പിടിച്ച് ഉരയ്ക്കാൻ തുടങ്ങി, തീയും കത്തിച്ച് വിടാൻ തുടങ്ങി. അവന്റെ മറ്റേ കുരുട്ട ഒന്നും പറയാനില്ല. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാരും ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പറ്റിക്കാൻ പോവും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാം. പറയടാ എന്തെങ്കിലും. നീ ഇത്ര മിണ്ടാതിരിക്കുന്നു. പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ചിടത്തള്ളേ. അതായത് അവൻ പറഞ്ഞു വെക്കുന്നുണ്ട, ഇനി ഇവനെ പൂട്ടാൻ വേണ്ടിയിട്ടും ഇവനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് പല ന്യൂസുകൾ ഇനി അടിച്ചിറക്കും എന്നുള്ളതാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. അത് രേണു നല്ല പോലെ അടി കൂടി കളിക്കുന്നുമുണ്ട്. അതായത് ഈ ആദ്യത്തെ സാമ്പിളാണ് രേണു ഇട്ടത്. ഏത് സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേയിൽ ഇവൻ ഇത്രയും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിച്ചിട്ട് ഇവനെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവൻ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രേണു കളിച്ചൊരു കളിയാണ് ആ കളി. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കളിയാണ്. എന്നിട്ട് അതിനുശേഷം അത് മൂഞ്ചെന്ന് കണ്ടപ്പോൾ ഇനി പലതും കളിക്കും. പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇനി കിച്ചുവിനെ നെഗറ്റീവ് ആക്കണം. കിച്ചുവിനെ നെഗറ്റീവ് ആക്കിയാൽ മാത്രമേ സുനയ്ക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. ഏത് സുന? രണ സുനയ്ക്ക് കയറി വരണമെങ്കിൽ കിച്ചു നെഗറ്റീവ് ആണ്. കിച്ചുവിനെ ജനങ്ങൾ വെറുക്കണം. എങ്കിലേ ഇനി രേണുവിന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ആ സപ്പോർട്ടോട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാര്യം രേണു ഇനി കുടിച്ച വെള്ളത്തിൽ അയാൾ മുക്കിളിയിട്ട വെള്ളത്തിൽ ഇരുന്നാലും ഒരു മനുഷ്യനും ഒരു പട്ടിക്കുഞ്ഞോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇവക്ക് തിരിച്ചു വരണമെങ്കിൽ കിച്ചു എന്ന് പറയുന്നവൻ അവിടെ നെഗറ്റീവ് ആവണം. നാട്ടുകാരും ജനങ്ങളും മൊത്തം കിച്ചുവിനെതിരാവണം. കിച്ചുവിന് ഓപ്പോസിറ്റ് ആയാൽ മാത്രമേ ഇവിടെ രണക്കിനി നിലനിൽപ്പുള്ളൂ. അല്ലാതെ രണയ്ക്ക് ഒരു രീതിയിലും ഇനി കയറി വരാൻ പറ്റത്തില്ല. കുറെ വിവരമില്ലാത്ത കുറെ തേവിടിച്ചുമാര് ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കും. അല്ലാതെ ഒരു മനുഷ്യൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല. മനസ്സിലായോ? ഇവളെ കമന്റ് ബോക്സിലായാലും ഇവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന കുറെ അപരാധി മക്കൾ, അതായത് നാടിനും വീടിനും കുടുംബത്തിനും ഒന്നിനും കൊള്ളാത്ത കുറെ 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 മറ്റേടുത്ത മോളുകളും മോന്മാരുമാണ് ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അല്ലാണ്ട് വിവരം ബോധം പൊക്കണുള്ള ഒരൊറ്റ മനുഷ്യൻ അവളെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തില്ല. ഇനി ഇവക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കിച്ചു നെഗറ്റീവാണ്. കിച്ചു നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ സപ്പോർട്ട് അങ്ങോട്ട് പോകും. അതിനുള്ള കളിയാണ് ഇപ്പൊ നല്ലോണം കളിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഇവൻ ഏതെങ്കിലും പെണ്ണിനെ കയറി എന്നും പറയും. അതാണ് അവൻ പറഞ്ഞത്. അതുപോലെ നിന്റെ കൂടെ പലതും വന്ന് കയറുന്നുണ്ട്, സൂക്ഷിക്കണം. അല്ലെങ്കിൽ നീ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും മൂഞ്ചി അവസ്ഥയിലോട്ട് അത് കൊണ്ടെത്തിക്കും. പറയടാ കുട്ടാ, എന്തേലും പറയടാടേ. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ. ഇനിയെങ്കിലും നന്നായിട്ട് പോകും. ഇനി നന്നായിട്ട് പോവാൻ നോക്കും. പറയണമെന്നുണ്ടായിരുന്നു, വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ലേ. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്
പറയാൻ തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഒരു ദിവസങ്ങളൊക്കെ ഇനി വരാം, പറ്റിയ വരാമെന്നൊന്നും അറിയത്തില്ല. രണയ്ക്കും കുടുംബത്തിനൊക്കെ നല്ലോണം പൊട്ടും കേട്ടാ. കാരണം ചെറുക്കന് ഫുള്ള് സപ്പോർട്ട്. ചെറുക്കന് 1.25 ലക്ഷത്തി എന്തോ കിടന്ന ഫോളോവേഴ്സ് എല്ലാം 220 പോയി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും രണയെ പോലെ ഉള്ളതിനൊക്കെ നല്ലോണം പൊട്ടും. ഒരു പൊട്ടി തെറിക്കും. അവിടെ നിന്ന് തെറിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. ആ നാശം. ഞാൻ പറഞ്ഞില്ല അണയാൻ പോകുന്ന തീ ആളിക്കത്തോ. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാറുണ്ടോ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു വാ തുറന്ന് തീരാവുന്നതേ ഉള്ളൂ. ആര്? രണാസുന. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ പറയുന്നുണ്ട്, ഇത് അധികമൊന്നും ഇല്ല, അണയാൻ പോകുന്ന തീയ ആളിക്കത്തുന്നത്. കറക്റ്റായിട്ട് അതുപോലെ സംഭവിച്ചില്ലേ? ഞാനിനി ജ്യോതിഷം വല്ലതും തുടങ്ങിയാലെന്ന് ആലോചിക്കുകയാണ്. 2 പകിട എടുത്ത് നിരത്തി വെച്ചും കൊണ്ട് ഈ വരാൻ പോകുന്നത് നടക്കാൻ പോകുന്നതൊക്കെ ഒന്ന് പ്രവചിച്ചു നോക്കാം. ശരിയാവൂ നോക്കാം. പറയടാ കുട്ടാ നീ. ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ. പക്ഷെ രേണു ഓക്കെ അല്ല, നീ ഓക്കെ? ഹാപ്പി ആയിട്ട് പോവാണ്. അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എനിക്കൊരു സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് നല്ലപോലെ പോയാൽ നല്ല സപ്പോർട്ട് തരും. പാസിൽ കാട്ടിക്കൂട്ടിയൊന്നുമില്ല. ഇനി ജീവിതത്തിൽ നല്ലതായിട്ട് പോവാൻ നോക്ക്. ഓക്കേടാ, പോയിട്ട് ഈ കാര്യം ഒന്ന് പറയണമെന്ന് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പറയാനായിട്ട് വന്നേ. കാരണം കുറെ മെസ്സേജ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ലൈവ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. നല്ല തീരുമാനം. അപ്പൊ പോട്ടെ. അപ്പം കാര്യങ്ങൾ പറയണമെന്നായിരുന്നു കേട്ടോ. നിങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ഞാൻ സംസാരിച്ച ദിവസം നമുക്ക് ലൈവ് ഒക്കെ വരാം. സമയൊക്കെ ഇത്രയായി. ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ വന്നതാ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സോ മെനി ലവ്സ്. ഇഷ്ടംപോലെ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എനിക്ക് ചിലർക്കൊന്നും മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല, റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും കൂടെ പറയാൻ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം അറിയത്തില്ല. കാര്യം ഞാനൊന്നും മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്. ഇതിലൊക്കെ പോയിട്ട് ഞാനൊന്നും താക്കുന്നില്ല. ഞാനേലും നോക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. ഇപ്പൊ പോട്ടെ. ബൈ. ഓക്കേടാ കൂട്ടാ, നീ വിട്ടോ. എന്തായാലും കിച്ചു, നിന്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഈ അപരാധികളൊക്കെ മൈൻഡ് ചെയ്യണ്ട, അത് വേറൊരു കേസ്. ഇനി എന്തെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ എടുത്തങ്ങ് അലക്കി വിട്ടേര്. ഉള്ള കാര്യം സകലമാന കാര്യങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അവളൊക്കെ അവിടെ അങ്ങ് കൂട്ടി കെട്ടട്ടെ. അല്ലെങ്കിൽ ഇവളെയൊക്കെ കുന്തളിപ്പിന് നീ ഒരു കൊട്ട് കൊടുത്ത് നന്നായി. നീ ഒന്നുകൂടി കൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊതം ആവും. ആ അവസ്ഥയിലോട്ട് പോകും. എന്തായാലും കിച്ചു നല്ലൊരു തീരുമാനത്തിലോട്ടാണ് പോകുന്നത്. ഇനി എന്തായാലും രേണുവിന്റെ ഫാമിലിയിലോട്ട് അവനൊരു എൻട്രി ഇല്ല. പിന്നെ ഇപ്പം ആ നാറികളെല്ലാം കൂടി കയറി കിടക്കുന്ന വീട്ടിൽ അവകാശമുള്ള ഒരുത്തനാണ് ഇവന്, പിന്നെ ഋതപ്പന്. എന്തായാലും കിച്ചു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാത്തിനെയും മടൽ വെട്ടി അടിച്ചിറങ്ങണം. ഒരെണ്ണത്തിനെ അവിടെ എനിക്ക് കയറ്റരുത്, ഒരെണ്ണത്തിനെയും താമസിക്കാൻ അനുവദിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. എല്ലാത്തിനെയും അവിടെ നിന്ന് ഇറക്കി വിടണം. അങ്ങനെയാകുമ്പോൾ നാട്ടുകാർക്കൊരു സമാധാനം കിട്ടും. സത്യമുള്ള കാര്യം പറഞ്ഞു. ആ പയ്യനും നീ വേറെ അതിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കയറ്റി താമസിപ്പിച്ചാലും കുഴപ്പമില്ല. ആ മറ്റേ കാട്ടപരാധികളെ എല്ലാത്തിനെയും ഇറക്കി വിടണം. അതാണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ കിച്ചു, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കിപ്പോൾ മാസീവ് സപ്പോർട്ടാണ് ഈ മലയാളികൾ തന്നുകൊണ്ടിരിക്കുന്നത്. നീ അതുകൊണ്ട് നിന്റെ ലൈഫിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്താഗതികളുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നല്ലോണം ചിന്തിച്ച് നല്ലോണം ജീവിക്കാൻ നോക്കും മുന്നോട്ട്. എടാ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഞാനടക്കം, നീ അടക്കം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും. പക്ഷേ അത് നമ്മുടെ ഒരു പ്രായത്തിൻ്റെ ഇതായിരിക്കാം. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ശരിയാവാൻ, അല്ലെങ്കിൽ നമ്മൾ സ്വയമേ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ നന്നായി മുന്നോട്ട് ജീവിക്കട്ടെ. അപ്പൊ ചോദിക്ക്, രേണുവിന് ഒരു അവസരം കൊടുത്തുകൂടായിരുന്നു? എന്തിനവസരം? ഈ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്ന തെറ്റ് പോലെ അല്ല. ഒരു കുട്ടി, അതായത് കിച്ചു കുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ അപ്പൻ്റെ കൂടെ പോലും അവനെ വിടത്തില്ല. അതുപോലെ നേരെ തിന്നാൻ കൊടുക്കത്തില്ല. 3 വർഷത്തോളം അവനെ ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന അവസ്ഥയാണ് അവനുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു കുട്ടിയുടെ ലൈഫ്, ഒരു കുട്ടിക്കാലം സ്പോയിൽ ചെയ്ത് കളഞ്ഞ ഇവളെയൊന്നും നമ്മൾ നന്നാവാൻ പോലും ഒരു അവസരം കൊടുക്കാൻ പാടില്ല. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ മെമ്പർഷിപ്പ് അപരാധങ്ങൾ അത് ഇതൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്നതിനൊന്നും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല.
ഞാൻ കിച്ചു നേരെ ചെയ്തിട്ടുള്ള കമന്റ് ഒന്നും കൊടുക്കാം കേട്ടോ. എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടെ. ഇനി ഋതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കണ്ടോ, അത്രയും ഇതായിട്ടാണ് അവൻ പറയുന്നത്. കാരണം ഋതപ്പനെയൊക്കെ ഇനി അവന് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. അവനുമാണ് ഒരു ബോണ്ടുള്ളത്. അതും ഇനി നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നിന്റെ അവകാശമുള്ള വീടാണ്. നിനക്ക് അവിടെ എപ്പോഴും വേണമെങ്കിൽ കയറി താമസിക്കാം. ഒരു പട്ടി കുഞ്ഞോലും ചോദിക്കത്തില്ല. പക്ഷെ നിനക്ക് വേണമെങ്കിൽ അവിടെ കയറി വലിഞ്ഞു കയറി കിടക്കണല്ലേ കുറെ എണ്ണം, ചേച്ചി അനിയനും അളിയനും ഒക്കെ, എല്ലാത്തിനും കിണ്ടി പുറത്തെറിയാനുള്ള റൈറ്റ്സ് നിനക്കുണ്ട്. അവന്റെ പേരിൽ വീടിന കേസ് വരെ വരാം എന്ന് പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഹെവി PR വർക്കുമായി ഒരു കൂട്ടം വെടികൾ നിനക്കെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം ബ്രോ, ഇനി രേണുസുധിയുടെ ഫാമിലി അടുത്ത് ഇനി പോകരുത്. രേഷ്മ തങ്കച്ചൻ വിളിക്കുന്നു, ഒരിടത്തും മോൻ പോകരുത്. എന്ത് സംസാരിക്കാനാണെങ്കിലും നിന്റെ അച്ഛൻ വീട്ടുകാരുടെ കൂടെ അവരുടെ സാന്നിധ്യത്തിൽ സംസാരിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ധൈര്യമായിരിക്കും മോനെ. ഓക്കെ ആണെന്ന് അറിഞ്ഞത് സന്തോഷം. ശരിക്കും സുധിച്ചേട്ടൻ തന്നെ മുഖം അതേപോലെ. മോനെ, നിന്റെ വീഡിയോ വെയിറ്റിംഗ് ആയിരുന്നു. നീ ധൈര്യമായിട്ട് പോകുക. രേണു എന്ന സ്ത്രീ ഇനി വിളിച്ചാൽ അങ്ങോട്ട് പോകരുത്. കേട്ടല്ലോ രേണു, നിനക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ ജനങ്ങളുടെ. രേണുവിന് മൂഞ്ചി. നല്ല കൂട്ടുകാരെ എപ്പോഴും കൂടെ കൂട്ടണം. രേണു ചർച്ച ചെയ്യാൻ വിളിച്ചാൽ കൊല്ലത്തേക്ക് വരാൻ പറയുക. വീട്ടുകാരുടെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് ധൈര്യമുണ്ടോ? മോനെ, നന്നായി പഠിക്കണം. ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. കൊല്ലത്ത് തന്നെ തുടരുക. ദൈവം കൂടെയുണ്ട്, പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്ക് ജീവിക്ക്. എനിക്കും അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് ആകുമ്പോൾ സ്ട്രോങ് ആകും. കിച്ചു ബോൾഡായിരിക്കും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കൂ. എല്ലാം നല്ലതാവട്ടെ. എല്ലാവരും നിന്റെ കൂടെയുണ്ട് കുട്ട. എല്ലാം നല്ല പോസിറ്റീവ് കമന്റ്സാ. ഏതാടാ മോനെ ഇതാടാ മോനെ ആണത്തം. എന്ത് പറഞ്ഞാലും ആരെയും പേടിക്കാതെ, നാണിക്കാതെ, പേടിക്കാതെ, നട്ടല് വളയാതെ, അതേ സ്റ്റാൻഡിൽ അണുവിട മാറാതെ ഉറച്ചു നിൽക്കണം. കീപ് റോക്കിംഗ് അനിയൻ കുട്ട. എടാ കിച്ചു, ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ തന്നെ. എടാ, ആണുങ്ങളായ നട്ടലിന് ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം നിനക്ക് എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് ഇവളെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അവളുടെ ഇന്റർവ്യൂവിൽ അതിലും ഇതിലും കയറി വെളുപ്പിക്കുന്ന കാണുമ്പോൾ, അതും നീ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവള് വെറും കൂറയാണെന്നുള്ള രീതിയിൽ നീ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട സ്ഥിതിക്കും, ഇതെല്ലാം കണ്ട സ്ഥിതിക്ക്, അറിഞ്ഞ സ്ഥിതിക്കും നീ വീണ്ടും വന്നിരുന്ന് അവളെ വെളുപ്പിക്കുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് നട്ടലാണോ വാഴപ്പിണ്ടിയാണോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം നീ എനിക്കെതിരെ ഒന്നും സംസാരിച്ചല്ലാണ്ട് അവൾക്കെതിരെ സംസാരിച്ചില്ല. എനിക്കന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു തോന്നി. ഇവ എന്താ ഇങ്ങനെയെന്നാണ് ഞാൻ അന്നും ആലോചിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നടാ. സത്യം, ഞാൻ ഈ ഒരു മൊമെന്റിനാണ് കാത്തിരുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ തെറി വിളിച്ച ഒരു 10 പേരെങ്കിലും അതിലൊരു 2 പേരെങ്കിലും മാറി ചിന്തിച്ച് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിജയം തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. സീരിയസ്ലി. ഓക്കെ മോനെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. എനിക്ക് നീ ഓക്കെ ആണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമാധാനമായി മോനെ. രേണുവിനെ വിട്ടേക്ക് മോനെ. അച്ഛമ്മ, വലിയമ്മ എന്ന് വലിയച്ഛൻ അവരുടെ കൂടെ നിന്നാൽ മതി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഒട്ടുമിക്ക കമന്റ്സും കിച്ചുവിന് പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവൻ്റെ കമന്റ് ബോക്സിലും കാണുന്നത്. എന്തായാലും നല്ലത് വരട്ടെ. ഈ കാട്ടപരാധികളുടെ ഇടയിൽപ്പെട്ടിട്ട് അവൻ്റെ ജീവിതം സ്പോയിലാവാണ്ട് അവന് നല്ലത് മാത്രം വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത്. എന്തായാലും രേണു, നീ ഇനി എന്തൊക്കെ അപരാധം കാണിച്ചാലും, എങ്ങനെയൊക്കെ കിച്ചുവിനെ നാറ്റിക്കാൻ ശ്രമിച്ചാലും, നാറ്റം കൊണ്ട് അവനെ ആറാട്ടാക്കാൻ ശ്രമിച്ചാലും, അവൻ്റെ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുട്ടിക്കാലമാണ്. അവിടെ അറിഞ്ഞോ അറിയാതെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് അവൻ്റെ കുട്ടിക്കാലമാണ്. പിന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ്. നല്ല രീതിയിൽ പാരന്റിങ് കിട്ടാതെ വളർന്നൊരു കുട്ടി എന്ന നിലയ്ക്ക് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പാരന്റിങ്ങിൽ അവന് നല്ലൊരു സ്നേഹം കിട്ടാതെ, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ അവൻ വളർന്നതിൻ്റെ ഒരു കുറവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നീ ഏതൊക്കെ രീതിയിൽ അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു തേങ്ങ നടക്കത്തില്ല കേട്ടാ മോളെ. ഇനി പോയി കമന്നിടന്ന് ഉറങ്ങ്, അതായിരിക്കും നിനക്ക് നല്ലത്. തങ്കച്ചനെ വിളിച്ചോണ്ട് പഴയതുപോലെ അങ്ങ് പോ. എവിടെ? പൊങ്ങം താനത്ത്. അവിടെ പോയി കിട. നിന്റെ തറവാട് അവിടെ ഇല്ലേ? അവിടെ പോയി കിടന്നു. വാടക വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ? അതാണ്. സ്വന്തമായിട്ട് വസ്തു തലം കിട്ടിയപ്പോൾ കുന്തളിപ്പ്, അഹങ്കാരം, ഞെളിച്ചില് എല്ലാം കൂടി ഇതായിപ്പം മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്നത്. നിനക്ക് വേണോടി? നിനക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. നിനക്ക് എന്തുകൊണ്ട് ഇത്രയും കിട്ടാൻ ലേറ്റാ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വന്നിട്ടെ അത് പോതും. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയ വീഡിയോ ഇടണം.